പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണം അന്വേഷിക്കാൻ KPCC അച്ചടക്ക സമിതി വരുന്നു. അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഈ വിവാദം അന്വേഷിക്കും. ഫോൺ ചോർത്തലിന് പിന്നിൽ പ്രാദേശിക തലത്തിലെ വിഭാഗീയതയാണെന്ന ആരോപണത്തിന് ആണ് അദ്ദേഹം പ്രധാനമായി അന്വേഷിക്കുക. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. സലീം, ഈ പ്രാദേശിക വിഭാഗീയത ഈ കാര്യത്തിൽ ഒരു റോള് വഹിച്ചിട്ടുണ്ട് എന്ന് ചിലരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ മുഴുവനായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ ഫോൺ സംഭാഷണം കേട്ടാൽ അദ്ദേഹം വലിയ അപരാധം ചെയ്തതായി നമുക്ക് തോന്നുകയുമില്ല. പറയൂ. ഗുഡ് മോർണിംഗ്. തീർച്ചയായും അതെ. അതായത് ആദ്യഘട്ടത്തിൽ ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ KPCC തിടുക്കപ്പെട്ട് പാലോട് രവിയിൽ നിന്നും രാജി ആവശ്യപ്പെടുകയായിരുന്നു. അതിന് പിന്നാലെയാണ് KPCC വീണ്ടും ഈ വിഷയത്തെ ഗൗരവത്തിൽ കാണുന്നത്. കാരണം ആ ഫോൺ സംഭാഷണം അതൊരു പ്രവർത്തകനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് എന്ന വിലയിരുത്തലാണ് KPCCക്ക് ഇപ്പോഴുള്ളത്. ഒപ്പം തന്നെ പക്ഷെ അങ്ങനെ പാലോട് രവി പറയാൻ പാടില്ലായിരുന്നു എന്നുകൂടി KPCC വിലയിരുത്തുന്നു. അതിനുശേഷം ഇന്നലെ ഈ ഫോൺ സംഭാഷണത്തിന്റെ മറുവശത്തുണ്ടായിരുന്ന വാമനപുരം ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന എ ജലീൽ 24 ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഫോൺ സംഭാഷണം താനല്ല പുറത്തുവിട്ടത്, താൻ തലേക്കുന്നിൽ ബഷീർ അനുസ്മരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് പാലോട് രവിയെ വിളിക്കുകയായിരുന്നു. വിളിച്ചതിന് ശേഷം പാലോട് രവി ചടങ്ങിൽ ക്ഷണിച്ചു എന്നതിൽ സംഘാടകരിലെ മറ്റൊരാളെ വിശ്വസിപ്പിക്കാനായി ഒരാൾക്ക് ആ ഫോൺ സംഭാഷണം അയച്ചു കൊടുക്കുക മാത്രമായിരുന്നു ചെയ്തത്. അതിനുശേഷം അവിടെ നിന്നും അവിടെയുള്ള പ്രാദേശികമായ മണ്ഡലം പ്രസിഡന്റും അതുമായി ബന്ധപ്പെട്ട ചില വിഭാഗങ്ങളിലേക്കും ഈ ഫോൺ സംഭാഷണം എത്തുകയും അങ്ങനെ ഈ ഫോൺ ചോർത്തുകയുമായിരുന്നു ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശികമായ ആ മേഖലയിൽ നിൽക്കുന്ന വിഭാഗീയത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഫോൺ സംഭാഷണം പുറത്തു പോയത് എന്നുള്ളൊരു ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് KPCC അതിൽ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിക്കുന്നത്. KPCC അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആ വിഷയത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ ഈ മണ്ഡലം പ്രസിഡന്റായി മേഖലയിലെ മണ്ഡലം പ്രസിഡന്റായ ജഹുഫർ, ഒപ്പം തന്നെ ഈ ഫോൺ സംഭാഷണം നടത്തിയ എ ജലീൽ, ഒപ്പം പാലോട് രവി ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ നീക്കം. അതിന് പിന്നാലെയാകും അച്ചടക്ക നടപടികൾ കൂടുതലായി ഉണ്ടാവുക. നിലവിൽ എ ജലീലിനെ മാത്രമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. മണ്ഡലം പ്രസിഡന്റിനെ ഒരുപക്ഷെ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള സാധ്യത ഉൾപ്പെടെ KPCC പരിശോധിക്കുന്നുണ്ട്. കാരണം തിരുവനന്തപുരത്ത് പാർട്ടിയുടെ സംഘടനാ സംവിധാനം അത്ര മെച്ചപ്പെട്ട നിലയിലല്ലെന്നും പല പഞ്ചായത്തുകളിലും വിഭാഗീയത നിലനിൽക്കുന്നു എന്നുമാണ് KPCCക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പരാതി. അത് ഈ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ആ പരാതി കൂടുതലായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അച്ചടക്ക സമിതിയെ കൂടി ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.